അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കാണാം. രാവിലെ ഞാൻ പത്തിരിയും പിന്നെ ഉള്ളിക്കറിയും കഴിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ 2 ചോക്ലേറ്റും കൂടെ കഴിച്ചായിരുന്നു. പിന്നെ ചെറിയൊരു വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് അയലമിട്ടുണ്ടായിരുന്നു ചൂട് കൊള്ളിക്കാൻ വേണ്ടി. പിന്നെ റൂമൊക്കെ പിള്ളേരാകെ അലങ്കോലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ശേഷം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ആക്കി ഇട്ടു. പിന്നെ പിള്ളേരൊക്കെ ഒന്ന് കുളിപ്പിച്ച് അവർക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ മുടിയൊക്കെ ചെയ്യി കൊടുത്ത് പിരികൊക്കെ എഴുതി കൊടുത്ത് അങ്ങനെ സുന്ദരന്മാരായി. നല്ല മഴക്കാർ വരണ കണ്ടപ്പോൾ മുറ്റത്തിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങനെ പിള്ളേർക്കൊക്കെ ചോറ് കൊടുത്തിട്ട് പിന്നെ ഒരെണ്ണത്തിന് അവിടെ സൈഡാക്കി. പിന്നെ അടിച്ചു വരാനും തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തു. പാത്തുട്ടി പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവള് ഉപ്പാന്റെ കൂടെ അങ്ങനെ കടയിൽ പോയിട്ട് കിൻഡർ ജോയിന്റെ ചാത്തനെയും വാങ്ങിയായിരുന്നു കിട്ടിയാണ് ഒരു സ്കേറ്റിംഗ് ബോർഡ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോയി. പിന്നെ നിസ്കാരം കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു പാപ്പ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാൻ അവലും തേങ്ങയും കൂടെ കുഴച്ചു. ഇതിൽ മച്ചിട്ട് നോക്കിയാൽ പോലെ ഒരു തേങ്ങയുടെ തരി കിട്ടിയെന്ന് പറയാം. കാരണം അവിടെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ. വേറെ തേങ്ങ പൊളിക്കാനും ചിലവാനൊന്നും ഞാൻ നിന്നില്ല. പിന്നെ കൂടെ കുറച്ച് ചായയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ സർബത്താ. അങ്ങനെ വൈകുന്നേരത്തെ ചായയോടെയും കഴിഞ്ഞത് പിള്ളേരും ഉണ്ട് കേട്ടോ കൂടെ കഴിക്കാൻ. മഴ ചായ ഇതൊക്കെ വൈബാണെങ്കിലും ഇതിന്റെ ഇടയിലുള്ള കൊതുകടി തീരെ സഹിക്കണില്ല കേട്ടോ. അപ്പം ഞാനൊന്ന് അകത്തേക്ക്